പ്രിയപ്പെട്ടവരെ, ഇന്നെല്ലാവരും വോട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനും വോട്ട് ചെയ്യാൻ പോവുകയാണ്. രാവിലെ തന്നെ പോയിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ട് നേരത്തെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത്തവണത്തെ വോട്ട് പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടി ആയിട്ടാണ് ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 10 വർഷം, അതിൽ തന്നെ കഴിഞ്ഞ 5 വർഷം നമുക്ക് ഈ ഒരു സർക്കാരിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള, നമ്മുടെ സമൂഹം നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, സഹിച്ചിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ എതിരായിട്ട് ആണ്, എൻ്റെ പ്രതിഷേധം കൂടി ആയിട്ടാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ സർക്കാർ മാറുന്നതിൽ എൻ്റെ ഒരു വോട്ട് അതിനൊരു കാരണമാവുന്നുണ്ടെങ്കിൽ എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. കാരണം എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ജനങ്ങളെ കൊള്ളയടിക്കാം, എങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ആളുകളുടെ മേലെ അധിക നികുതി അടിച്ചേൽപ്പിക്കാം, എങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാം, അതേപോലെ തന്നെ പൊതുഖജനാവിലെ പണമെടുത്തിട്ട് എങ്ങനെ ദൂർത്തടിച്ചിട്ട് ഗവൺമെൻറ്റിനെ ആഘോഷിക്കാം, പൊതുഖജനാവിലെ പണം എങ്ങനെ അടിച്ചു മാറ്റാം. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്നത്. സാധാരണക്കാരായ ആളുകൾ ഏറ്റവും പ്രയാസപ്പെട്ട കഴിഞ്ഞ 5 വർഷം നിത്യോപയോഗ സാധനങ്ങളുടെ വില ദിവസവും എന്ന് പറയുന്ന പോലെ കൂടിയത് കൊണ്ട് അത് മൈൻഡ് ചെയ്യാതായി. അത്രമാത്രമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. നമ്മുടെ മാവേലി സ്റ്റോറുകളിലൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ, പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ ആശ്രയിച്ചിരുന്ന മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഇല്ലാതായി. അതേപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ബില്ലിൻ്റെ വർധനവ്, നമ്മുടെ കെട്ടിടത്തിന്, നമുക്കൊക്കെ സ്വന്തം വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് എല്ലാ വർഷവും 5% വെച്ചിട്ട് നമ്മളറിയാതെ നമ്മളെടുത്തുനിന്ന് കൊള്ളയടിക്കുന്നു. ഭൂനികുതി വർദ്ധിപ്പിച്ചു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് നികുതികൾ നമ്മളെടുത്തുനിന്ന് വർദ്ധിപ്പിച്ചു. മാത്രമല്ല, നമ്മുടെ ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ ജോലിയില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുക. നാട്ടിൽ ചെറുപ്പക്കാർ വളരെ കുറവാണ്, ഒക്കെ പുറത്താണ്. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്, +2 ശേഷമുള്ള നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കുട്ടികൾ നാട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാ കുട്ടികളും വിദേശത്ത് പോകാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം അത്രമാത്രം നമ്മുടെ നാട്ടിൽ ഒന്നാമത്തത് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പിന്നെ മാത്രമല്ല, കലാലയങ്ങളിലുള്ള അക്രമം നമുക്കറിയാം. നമ്മുടെ കൺമുമ്പിൽ ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിനു മുന്നേ മരിച്ച സിദ്ധാർത്ഥ് എന്ന പൂക്കോട്ടൂർ വെറ്ററിനറി കോളേജിൽ SFIയുടെ കിരാതമായ അക്രമത്തിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ മകനെ പോലത്തെ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രതിഷേധം, ഞാൻ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടി ആയിട്ടാണ് എൻ്റെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. കുത്തഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ, പഞ്ഞിയും കത്രികയുമൊക്കെ ആളുകളുടെ പള്ളൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുന്നിക്കെട്ടുന്ന ആരോഗ്യ മേഖല, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് മരണപ്പെട്ട ആ പാവപ്പെട്ട സ്ത്രീയെ എനിക്ക് മറക്കാൻ പറ്റില്ല. നവകേരള യാത്രയുടെ പേരിൽ കോടികളാണ് ദൂർത്തടിച്ചിട്ട് പിണറായി സർക്കാർ കളഞ്ഞത്. അതിൻ്റെ പേരിൽ ആർക്ക് എന്ത് ഉപകാരമാണ് കിട്ടിയത്? ഒരുപാട് പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല അടിച്ചു പൊട്ടിച്ചു, കണ്ണ് കുത്തി പൊട്ടിച്ചു, രക്ഷാപ്രവർത്തനത്തിന് എന്ന ഓമന പേരിട്ടുകൊണ്ട്. എനിക്കറിയാം, ആ മുഖ്യമന്ത്രി വരുന്ന നവകേരള സദസ്സിലേക്ക് ഒരുപാട് സഹോദരിമാർ അപേക്ഷകളുമായിട്ട് പോയിരുന്നു. പ്രധാനപ്പെട്ടു പോയിരുന്നത് 5 വർഷമായിട്ട് ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ അപേക്ഷ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ 5 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഒരു ചെറിയ വീട് വെക്കാൻ അപേക്ഷകളുമായിട്ട് എന്നാ അപേക്ഷ വിളിക്കാമെന്ന് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ പോയിരുന്നു. പക്ഷേ അവർക്കൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളായിട്ട് നവകേരള സദസ്സിൽ പോയിട്ട് ആർക്കും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ പൊതുഖജനാവിലെ കുറേ പൈസ നവകേരള യാത്രയുടെ പേരിൽ ചെലവഴിക്കപ്പെട്ടു എന്നല്ലാതെ ഒരു മനുഷ്യനും അതുകൊണ്ട് ഒരുപകാരവും ഉണ്ടായില്ല. മാത്രമല്ല, നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് 5 കൊല്ലത്തിൻ്റെ മേലെയായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്തിട്ട് നിലവിലുണ്ടായിരുന്ന പഴയത് അത്യാവശ്യ ഘട്ടത്തിൽ പുതുക്കി കൊടുക്കുക മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. മന്ത്രിമാർ ഒന്നിനൊന്ന് എങ്ങനെ മോശമാവാം എന്ന രീതിയിലാണ് മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് പറഞ്ഞ നാളെ അവസാനിക്കാത്ത അത്രയും ജനദ്രോഹപരമായിട്ടുള്ളൊരു ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷം.
അപ്പോൾ അതിനെതിരെയുള്ളൊരു പ്രതിഷേധമായിട്ട് ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തട്ടെ.